തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ അല്ല, പക്ഷെ ഒന്ന് കയറി എന്തൊക്കെയാണ് അവിടെ ഉള്ള, എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ എന്നൊക്കെ ഒന്ന് അറിയാം. ഈ സൂവിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുതരാൻ പറ്റിയൊരു ഗഡി നമ്മുടെ കൂടെ ഉണ്ട്. വലിയ ചരിത്രാന്വേഷണകനാണ് അവൻ, അമല്. ഹായ് മോനെ. ഇവിടെ എത്തിയിട്ടും നിനക്ക് ലൊക്കേഷൻ ആയിട്ടില്ല അല്ലേ? പഴയ സൂലായിരുന്നു എന്റെ പപ്പ വർക്ക് ചെയ്യുന്നത്. ഇവന്റെ പപ്പ പഴയ സൂല് വർക്ക് ചെയ്യുന്നു. 25 കൊല്ലം അത്രേ ഉള്ളൂ. നിസ്സാരം. അപ്പൊ അത് കാരണമാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരാനും സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ വന്ന് ഇതൊക്കെ കാണാനൊക്കെ പറ്റണം കേട്ടാ. ഈ ചേച്ചിയോട് നിർത്താൻ പറയും, ഇത് എത്തിയില്ല ഇനി എന്നിട്ടാ. പഴയ സൂലാണ് പപ്പ വർക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് അപ്പൊ ഇപ്പൊ ഇവിടെ പുതിയ വരുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിട്ട് പഴയ സീനിയേഴ്സിനെ റീകോൾ ചെയ്തു. അപ്പൊ റിട്ടയർ ചെയ്തതാ. റിട്ടയർ ചെയ്താണ് വിളിച്ചു മെഗാപുലി. എന്നെ എന്തെങ്കിലും കഴിവ് കിട്ടിണ്ടാവല്ലോ. അതല്ല, ആളുടെ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല. നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ. ഞാൻ നിന്നെ നല്ലൊരു രീതിയിൽ ഇൻട്രോ കൊടുത്ത് കൊണ്ടുവരുന്നു. കൊളാക്കല്ലേ നീ. അപ്പൊ അങ്ങനെ എടുത്ത് അവിടെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ആ വെയിലത്ത് അവിടെ വരെ നടക്കേണ്ടി വരും. അവിടെ കേൾക്കാം. അപ്പൊ അവർ റീകോൾ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അകത്തേക്ക് വരാൻ പറ്റിയത്. ഇപ്പോഴും ഓണല്ല, വർക്കിംഗ് നടന്നോണ്ടിരിക്കണല്ലോ. കണക്ക് വെച്ചിട്ട് 2 കൊല്ലം കൂടി ഫുള്ള് റെഡി ആവാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പോഴും ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ വന്നു തുടങ്ങി. ചെറിയ ചെറിയ ഐറ്റംസിനെ കൊണ്ടുവരാനുള്ള പ്ലാനിങ് തുടങ്ങി. പല സ്ഥലത്തേക്കും ഓർഡർ കൊടുത്തു എന്നാണ് വീട്ടിൽ പപ്പയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് കിട്ടിയത്. അസിസ്റ്റന്റ് കളക്ടർ വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പോഴും ഇത് പിന്നെ സെക്ഷൻ ഇട്ടേക്കുന്നത് വേറെ ഒരു ടീമാണ്. അതായത് നമ്മുടെ അവിടുത്തെ തൃശ്ശൂർ സൂവിന്റെ സെക്ഷൻ അല്ല, അതിനേക്കാളും കുറച്ചുകൂടി പിടിപാടും ലെവലും ഉള്ള വേറൊരു ടീമിനാണ് ഇതിന്റെ ഫുൾ മേൽനോട്ടം കൊടുത്തേക്കുന്നത് സെക്ഷനായിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇവന്റെ സത്യം പറഞ്ഞാൽ അറിയോ ഇതിനെ കുറിച്ച് വല്ല കഥയുണ്ടോ? ഒന്നും എനിക്ക് അറിയില്ല ചേട്ടാ. ഇരുന്ന് കേൾക്കാനില്ല. നീ തള്ളണത് ഞാൻ അങ്ങോട്ട് ഗ്രഹിക്കാണ്. ഇത് നടക്കണ കാര്യമാണോ നടക്കാത്ത കാര്യമാണോ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ വേറെ കാര്യം, എന്റെ പപ്പ ഭീകരനാ. നല്ലതാ. അതായത് 25 കൊല്ലമായിട്ട് തൃശ്ശൂർ സൂല് വർക്ക് ചെയ്തിരുന്ന പുള്ളി ഇവിടെ കയ്യിൽ കൂടെ ഒരുപാട് പുലിക്കുട്ടികള്, സിംഹം ഒക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പുള്ളിക്കാരനാ. അതിലും വലിയൊരു കഥ കൂടി ഉണ്ട്. ഇവന്റെ മുത്തശ്ശൻ ആരായിരുന്നു? ഏത് നമ്മളൊക്കെ ചിന്തിക്കണേനും ആലോചിക്കണേനൊക്കെ കഥ, മുമ്പത്തെ കഥ പറയാനുണ്ട്. ആനപ്പാപ്പാനാണ്. അപ്പൊ ഇവരുടെ ഫാമിലിയിൽ തന്നെ ഒരു എന്താ പറയാ, ഒരു ആനിമൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് ഇവര്. ഇനി ഇവൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂര് പറവട്ടാനി വെറ്റിനറി ഹോസ്പിറ്റലിലാണ്. അവിടെ ഡോക്ടർ അസിസ്റ്റന്റ് ആയിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അതിന്റെ നല്ല അഹങ്കാരമുണ്ട്, കുറച്ചൊന്നല്ല നല്ലോണം. ഇപ്പൊ വളരെ വിനയനും പാവമായിട്ടിരിക്കുന്നു എന്ന് മാത്രം. ഒരു കാര്യത്തിന് വിളിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ജാട കാണണം. അവനറിയില്ല മെഡിക്കൽ കോളേജ് പ്രൊഫസർ, വെറ്റിനറി ഓഫീസർ എന്റെ അളിയന്റെ അച്ഛനാന്നുള്ളത്. അത് അവനറിയില്ല. നീ ഒന്നും ജനിച്ചിട്ടില്ല. അതാ. അപ്പൊ ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. നമുക്ക് സൂ കാണാം, സൂവിന്റെ ഉള്ളിലെ ഡീറ്റെയിൽസ് അറിയാം. ഇവിടെ ഒരു പുലി മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ പറ്റഞ്ചവന്റെ അച്ഛൻ ഫ്രീ ആണെങ്കിൽ കാണാം. പിന്നെ ഇവിടുത്തെ ഒരു മാഡം ഉണ്ട്, പുള്ളിക്കാരിയാണ് ഇതിന്റെ ഫുൾ ഹെഡ് ഓഫ് ദ അതോറിറ്റി. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് സൂവിന്റെ ഒരു ചെറിയൊരു പിക്ചറൈസേഷൻ എടുക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ വി വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ഇൻ ഏഷ്യ. നോ, ഇന്ത്യ വിൽ ദ ബിഗ്ഗസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ പണ്ട് സൂ കാണാൻ പോയിരുന്നത് മൈസൂരും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നല്ലോ വലിയ സൂകളുള്ളത്. ഇനി മൈസൂരിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ തൃശ്ശൂർക്ക് വരണം, ഇവിടെ വരണം. ഇവിടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, പുത്തൂർ കേട്ടാ. പുത്തൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാ. ഇതിപ്പോൾ അവരൊരു എനിക്ക് തോന്നുന്നു താൽക്കാലിക ഓഫീസായിരിക്കും. അഡ്മിൻ ബ്ലോക്ക്, പുലിയടപ്പോ സൂ. ഇതൊരു പണി കഴിയണ വരെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസാണ്. നമുക്ക് എന്തായാലും മേഡത്തിനെ കാണാം. ആദ്യം മേഡത്തിൻ്റെ ഒരു ഐഡിയ എടുക്കാം. നമസ്കാരം, ഞാൻ കീർത്തി, ഡയറക്ടർ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്. ഒരു 136.85 ഹെക്ടേഴ്സിൽ
ഒരു ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു പാർക്ക് ഇന്ത്യയിലെ തന്നെ ദ ഫസ്റ്റ് ഡിസൈനർ സൂ ആണ്. ഡിസൈനർ സൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്ചറൽ സ്പെഷ്യാലിറ്റിയാണ്. ജോൺ കോ എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ ആർക്കിടെക്റ്റിൻ്റെ ഭാവകൽപ്പന വെച്ച് നമ്മളൊരു ഡിസൈനർ സൂ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ലാൻഡ്സ്കേപ്പ് ഇമേർഷൻ ടെക്നീക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഇമേർഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനിമൽസ് താമസിക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഫുൾ ഗ്രീനറി ക്രിയേറ്റ് ചെയ്യണം. സോ ദാറ്റ് ആനിമൽസിന് അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട്. ദേ വിൽ ഫീൽ ദാറ്റ് ദേ ആർ ഇൻസൈഡ് ദ ഫോറസ്റ്റ്. അപ്പോൾ ആ ഒരു നമ്മളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ത്രൂ ദിസ് ടെക്നിക്ക്. സിമിലർലി എപ്പോഴും പബ്ലിക് ഒരു താഴ്ന്ന ലെവലിലും ആനിമൽസ് ഉയർന്ന ലെവലിലും ആയിരിക്കും. അങ്ങനെയാണ് വ്യൂയിങ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റെസ്പെക്ട് ടു ദ ആനിമൽസ്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റിൽ വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ് വിച്ച് വിൽ എൻഷുവർ ദാറ്റ് ആനിമൽസ് അവരുടെ സ്വാഭാവിക വനം എന്നുള്ള ആ ഏരിയയിൽ തന്നെയാണ് താമസിക്കുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യും. സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഹാപ്പിനെസ് ഇൻഡെക്സ് ഓഫ് ആനിമൽസ് ഈസ് 100%. അതാണ് ഈ സൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനു പുറമെ നമ്മൾ ഈ സൂവിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു ബ്രീഫ് ഞാൻ പറയാം. നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ സൂവിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മുടെ കുരങ്ങിൻ്റെ കൂട്, ഗോർ, പിന്നെ ഏവിയറി, ഇത് 3 കംപ്ലീറ്റ് ചെയ്തു. ഓറിയൻറ്റേഷൻ, പാർക്കിംഗ്, then we have Magar, crocodile enclosure, big cats enclosure, elevated walkway, tram services, visitor parks, biodiversity center, deer 1, 2, 3. ഈ എൻക്ലോഷേഴ്സ് എല്ലാം phase 2ലാണ്. അത് ഈ മാസം അവസാനത്തോടെ കംപ്ലീറ്റ് ആവും. മൂന്നാമത് വരുന്നതാണ് phase 3. അവിടെ ഹിപ്പോ എൻക്ലോഷർ, ഇലാൻഡ് സീബ്ര ജിറാഫ് എൻക്ലോഷർ, then sloth bear, നീൽഗിരി താർ 1, 2, then grassland aviary, raptor aviary, then jackal dog, hyena. ഈ ഇത്രയും എൻക്ലോഷേഴ്സ് phase 3ലാണ്. അത് ഈ സെപ്റ്റംബറോട് കൂടി കംപ്ലീറ്റ് ആകും. അങ്ങനെ നവംബറോട് കൂടി മൊത്തം സൂവിൻ്റെ സിവിൽ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആകും. അതുമാത്രമല്ല ഈ ജൂലൈന് ശേഷം ഘട്ടമായി നമ്മളിപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് തൃശ്ശൂർ സൂ എന്നുള്ള ആനിമൽസിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻറ്റേറ്റീവ് പ്ലാനിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവംബറോട് കൂടി ട്രാൻസ്ലൊക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ നമ്മൾ ഈ സൂ പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കേണ്ട ഒരു ഷേപ്പിലേക്ക് എത്തും. പിന്നെ അതിന് പുറമെ നമ്മൾ 25,000-ഓളം ചെടികൾ നമ്മുടെ നഴ്സറിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇൻഡിജിനസ് ആയിട്ടുള്ള ചെടികളും ബാമ്പു, പാംസ്. നമ്മൾ ഈ മൊത്തം പാർക്കിനെ ഒരു ഗ്രീൻ എൻവയോൺമെൻറ്റിലേക്ക് മാറ്റാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. അപ്പം ഇത്രയുമാണ് ഈ ഒരു സൂവിനെ കുറിച്ച് പറയാനും. പിന്നെ നമ്മുടെ വരയാടാണ് ഈ സൂവിൻ്റെ ഏറ്റവും വലിയ എംബ്ലം. ജോൺകോ നമുക്ക് തന്ന ആ ഒരു എംബ്ലം കൂടിയാണിത്. വരയാട് എന്ന് പറയുന്നത് കേരളത്തിലെ എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്, എൻഡമിക് സ്പീഷീസാണ്. ആ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ മാത്രം, ഹാബിറ്റാറ്റിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസാണ്. അത് ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് കൺസർവേഷൻ എഫേർട്ട്. സോ ഈ സൂവിൽ കൊണ്ടുവന്ന അതിൻ്റെ കൺസർവേഷൻ ബ്രീഡിങ് ത്രൂ അതിൻ്റെ ഒരു കൺസർവേഷൻ ആസ്പെക്റ്റും കൂടി, അതിനെ ഈ ഒരു എൻഡമിക് സ്പീഷീസിനെ കൺസേർവ് ചെയ്യണം, ഈ ഒരു എൻഡമിക് സ്പീഷീസിനെ ഇനി കാലാകാലങ്ങളിലുള്ള ജനറേഷൻ അറിയാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീഷീസിനെ നമ്മുടെ സൂവിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അതുപോലെ തന്നെ LTM ഉണ്ട് ഇവിടെ, ലയൺ ടെയിൽ മക്കാക്ക്. അത് സൈലന്റ് വാലിയിൽ എവർഗ്രീൻ നിത്യഹരിത വനത്തിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസാണ്. അതിൻ്റെയും നമ്മൾ കൺസർവേഷൻ ഈ സൂവിൽ പ്ലാൻ ചെയ്യും. ഈ സൂവിൻ്റെ വേറൊരു പ്രത്യേകത ഇത് ലയൺ ടെയിൽ മക്കാക്ക് സിനിമ കാലം പറഞ്ഞു. നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരാൻ പോണത് ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫ്, ഇലാൻ, സീബ്ര. അതൊരു മാൻ വർഗ്ഗപ്പെടുന്നത്. അതൊക്കെ ഇലാൻ, ജിറാഫ്, സീബ്ര, ഹിപ്പോ നമുക്ക് ഇവിടെ ഉണ്ട്, തൃശ്ശൂർ സൂരുണ്ട് 3 ഇലാൻ, സീബ്ര, ജിറാഫ് എല്ലാം നമ്മൾ ആഫ്രിക്കയിൽ നിന്ന്. ഈ വരയാട് അതുപോലെ ഈ ആഫ്രിക്കൻ സോണാണ് നമ്മുടെ ഒരു എന്താ പറയാ ഇന്ത്യയിൽ കാണാത്ത പുറത്തുനിന്ന് കൊണ്ടിരുന്നത്. വരയാട് നമുക്ക് വരുന്നത്, വരയാട് നമ്മുടെ ഇന്ത്യയിലുള്ളത് തന്നെയാണ് അല്ലേ? അപ്പൊ അത് നമ്മള് അവിടുന്ന് നമ്മള് ചർച്ചകൾ ഡിസ്കഷൻ സ്റ്റേജിലാണ്, തീരുമാനമാണ്. അതായിട്ട് നമുക്ക് പറയാം. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ വണ്ടർഫുൾ സൂ ഇൻ തൃശ്ശൂർ. ഞാനെപ്പോഴും പറയാറുള്ള, അതായത് നമ്മൾ ഓൾറെഡി മാർക്കാണ്, ബട്ട് സ്റ്റിൽ തൃശ്ശൂരിന് ഒരു മാർക്കും കൂടിയായി. ഒരുപാട് മാർക്കുകളുടെ ഇടയിൽ ഒരു വലിയ മാർക്ക്. നമ്മള് മേ ബി റാങ്കിങ്ങിൽ വരികയാണെങ്കിൽ നമ്മൾ ഏഷ്യയില് ടോപ്പിലെത്തും അല്ലേ?
one and best, maybe best and high. അപ്പോൾ താങ്ക്സ്. ഈ അനിമൽ മാനേജ്മെന്റിൽ എന്തൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം? ലൈക്ക് അവരുടെ ഫുഡ്, ഡെയിലി റൂട്ടീൻസ്, മെഡിസിൻ, ഇതൊക്കെയാണോ? പിന്നെ ഡ്യൂട്ടി അറേഞ്ച്മെന്റ്സ് കൊടുക്കാനൊക്കെ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുക. ആഹാ. പിന്നെ നമുക്ക് നമ്മുടെ കീഴിൽ സൂപ്പർവൈസർമാരുണ്ട്, അവരാണ് കുറെ കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി അറേഞ്ച്മെന്റ്സ് അവരതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലേ? ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ദുർഗയെ കൊണ്ടുവന്നിട്ടുള്ള മേഡത്തിന്റെ ഭാഗത്തു നിന്നാണ് അല്ലെ, വയനാട് നിന്നാണ്. അപ്പൊ അതിനെ പിടിച്ചതും അതിനെ ഇവിടെ കൊണ്ടുവന്നതിനും ഉണ്ടായിട്ടുള്ള റീസൺസ് പറഞ്ഞുതരൂ. അതായത് വയനാട്ടിൽ നിന്ന് ബാമ്പ്ര ആ ചെറിയ പ്രദേശത്ത് നിന്നാണ് ചെയ്യുന്നത്. ചെതറ. ഓക്കെ ഓക്കെ ഓക്കെ. ആ നമ്മുടെ ഈ നാടും കൂടെ അവിടെ തന്നെയാണ്. ആണ്. ചെറിയ ഓ. അപ്പോൾ ആ പാമ്പ്ര ആ പ്രദേശത്താണ് പിടിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് പല്ലില്ല. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഫൈറ്റിങ്ങിലൊക്കെ അവർക്ക് പല്ല് നഷ്ടപ്പെട്ടായിരിക്കും. എന്നിട്ട് അവർ നാട്ടിലേക്ക് ഇറങ്ങി. അവർ ശരിക്കും ഫുഡ് കിട്ടാണ്ടാവുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫുഡ് എടുക്കാൻ പറ്റുക. അതായത് നമുക്ക് പുറത്ത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ പശുവിനെയും ആടിനെയൊക്കെ തൊഴുത്ത് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ചാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പിടിക്കാം. വരുമ്പോഴാണ് ആക്ച്വലി ഇവർ ഫുഡ് എവിടെയാണോ കൂടുതൽ അവൈലബിലിറ്റി ഇരിക്കുന്നത് അവിടെ നിന്ന് വന്നിട്ടാണ് ഇവർ പിടിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നാട്ടുകാർക്ക് ഭീഷണി, ആൾക്കാർക്ക് ഭീഷണി, അപ്പൊ നമ്മൾ അതിനെ പിടിക്കും. അതെ. അപ്പോൾ അനിമൽ കോൺഫ്ലിക്റ്റ് വരും, പ്രശ്നമാകും. അവന് ചിന്തി വേറൊരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് പിടിച്ച് ശരിക്കും അവിടുന്ന് പിടിച്ചതിന് ശേഷം അവളെ നെയ്യാറിലേക്കാണ് കൊണ്ടുപോയത്. ഇത്ര ഒരു 5-6 years ആയിട്ട് നെയ്യാറിലായിരുന്നു. 5-6 years ആയിട്ട് അവിടെ ഉണ്ട്. 2017 എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പിന്നെ അവിടെ നിന്നു. അവിടെ ശരിക്കും ലയൺ സഫാരി പാർക്കായിരുന്നു. അവിടെ ഇപ്പൊ ലയൺസ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിനുള്ളിൽ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ ആക്ച്വലി നമ്മളിവിടെ സൂ ആണ്. ഇവർക്ക് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് നടത്താൻ പറ്റും. ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സൂവിലാണെങ്കിൽ ലൈഫ് സ്പാനും ഫോറസ്റ്റിലാണെങ്കിൽ ലൈഫ് സ്പാനെ കുറിച്ച് പറഞ്ഞു. അതൊന്ന് പറഞ്ഞുതരും. കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട്ഫുൾ അല്ലേ നമ്മൾ ഇവരെ പിടിച്ച് ഗേജ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ മാഡം നേരത്തെ പറഞ്ഞു ഭയങ്കര വലിയൊരു പോയിന്റാണ്. പല്ലില്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെ റെസ്ക്യൂഡ് സാധനങ്ങൾക്കൊക്കെ ലൈഫ് സ്പാൻ കൂടുന്നു ഇവിടെ വന്നുകൊണ്ട്. അതൊന്ന് പറഞ്ഞുതരും. നമ്മൾ ഫോറസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ അവർക്ക് ഇൻഫൈറ്റിംഗ് വേക്ക് വരികയാണെങ്കിൽ ഇഞ്ചേർഡായി ചിലപ്പോൾ ഫുഡ് കിട്ടാണ്ട് ഏജ്ഡ് ആയി അങ്ങനെയൊക്കെ അത് ഡെത്ത് ആവാം. കാരണം നമ്മുടെ സൂല് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ്, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ്, പിന്നെ കറക്റ്റ് ടൈം ഫുഡ്, ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് പോവാണ്. ഇപ്പൊ ഈവൻ ദുർഗയായാലും നല്ല സുഖ ഫുഡ്, മരുന്ന്, നല്ല ട്രീറ്റ്മെന്റ്, അപ്പോൾ ലൈഫ് സ്പാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും കൂടും. പക്ഷെ വൈകിട്ട് അങ്ങനെയല്ലല്ലോ. ഇതിൽ എന്തെങ്കിലും ഇഞ്ചേർഡ് ആയിട്ട് ചിലപ്പോൾ നടക്കാൻ പറ്റാണ്ടൊക്കെ കിടന്നാ പിന്നെ അങ്ങനെ കിടന്നു പോയി. അത്രേ ഉള്ളൂ. ഇപ്പൊ ഫോറസ്റ്റിലാണ് ഒരു ടൈഗറിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? ഏകദേശം മാക്സിമം 20 years. മാക്സിമം അത് ഡിപ്പെൻസ് ഓൺ 17-16 അല്ലേ? ഇവിടെ നമ്മുടെ സൂവിലാണെങ്കിലോ ഇപ്പോൾ 25 years വരെ പോയിട്ടുണ്ട്. കാരണം ഡയറ്റ് ഫുഡ്, ഡോക്ടർമാര് ആവശ്യത്തിന് ടേക്ക് കെയർ എല്ലാം ഉണ്ട് അല്ലേ? ഞാൻ ശരിക്കും നമ്മളിങ്ങനെ പലരും പറയുന്നൊരു മെയിൻ കാര്യമാണല്ലോ കൂട്ടിൽ പിടിച്ചിരുന്നു എന്നുള്ളത്. പക്ഷെ അതിന്റെ ബാക്ക് സൈഡിൽ ഇത്രയും പ്രവർത്തനങ്ങൾ ഉണ്ടെന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. വെറുതെ കൂട്ടിലിട്ടു എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും നമ്മുടെ സൂര്യൽ തന്നെ ഒരു കൂട്ടിട്ട് വളർത്താൻ വേണ്ടിയില്ല. ഇതിന് ഇവിടെ തന്നെയാണെങ്കിൽ നമുക്ക് പാഡൊക്കെ ഉണ്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് നടക്കാനും കുളിക്കാനും അതിനുള്ള നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് ഞങ്ങൾ കണ്ടു. അവിടുത്തെ മറ്റാ അവരുടെ കേജ്, അതായത് നമ്മളാണ് കൂട്ടില്, അവര് പുറത്താ. അങ്ങനെ അതുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും സൂര്യ വളർത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്തേക്ക് വനത്തിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ ചോദിക്കും ഇപ്പോൾ കോൺഫ്ലിക്റ്റ് കൂടുന്ന ഇടത്തിൽ എനിക്കൊക്കെ എന്നോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾ സൂന്നൊക്കെ മൃഗങ്ങളെ തുറന്നോട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതെന്നൊക്കെ. പക്ഷെ അത് ശരിക്കും മണ്ടത്തരം കുറിച്ച് ഒരിക്കലും സൂര്യ വളർത്തിയാണ് ഒരിക്കലും പുറത്തേക്ക് വിടില്ല, അതൊരിക്കലും ചെയ്യില്ല.
ഇപ്പം ആക്ച്വലി 15 അനിമൽ കീപ്പേഴ്സും 2 സൂപ്പർവൈസേഴ്സാണ് ഉള്ളത്. ആ 15 കീപ്പേഴ്സും ശരിക്കും തുടക്കം മുതൽ അവർ വരുമ്പോൾ അവർക്ക് ആക്ച്വലി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ ഫുൾ ട്രെയിൻഡ് ആണ്. കാരണം ഇപ്പോൾ തൃശ്ശൂർ സൂല് 1 മന്ത്, അതുപോലെ ട്രിവാൻഡ്രം, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സൂപ്പർവൈസർമാരാണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ നല്ല അവർക്കും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ 5 അനിമൽ കീപ്പേഴ്സ് ഉണ്ട് കേരളത്തിൽ തന്നെ, ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം. പിന്നെ ഫസ്റ്റ് ടൈം 5 ലേഡി കീപ്പർമാരുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാവരും ഒരു നല്ല എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് സന്തോഷം. ഒരു സൂ അല്ലെങ്കിൽ ഇതൊരു കൂട്ടായ്മയിലൂടെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതെ അതെ എല്ലാവരും ഒരു ഫാമിലി പോലെ നമ്മൾ ഒരു എന്താ പറയുക ഭയങ്കര കെയറിങ്. അത്രയും നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്കിവിടെ കൂടുതലുള്ള ആനിമൽസും അതേപോലെയാണ് നോക്കിക്കൊണ്ട് വരുന്നത്. നമ്മൾ സൂവോളജിക്കൽ പാർക്കിൽ ഒന്ന് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട്. അധികം ആനിമൽസ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ലിൻഡോ സാറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇപ്പോൾ ഇവിടെ സൂവോളജിക്കൽ പാർക്കിലാണ് ഉള്ളത്. നമുക്കൊന്നൊരു ചുമ്മാ മൊത്തം നടന്ന് എന്തൊക്കെ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഒരു ബ്രീഫ് എടുത്ത് തരാം. ഈ ഏരിയ മുഴുവൻ പാർക്കിങ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അങ്ങനെ അങ്ങോട്ട് ഫുൾ വാക്ക് വേ. അതിൻ്റെ മുകളിൽ ഫുള്ള് സോളാറാണ്. അപ്പോൾ ആ ടീമിനെ വെച്ചിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റാഫ് കൂട്ടേണ്ടി വരും. ഇപ്പം ഒരു വർക്കിംഗ് അറേഞ്ച്മെന്റിലാണ് ഇവിടെ വർക്ക് ചെയ്യണത്. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് സ്റ്റാഫ് സ്ട്രെങ്ത് ആവുള്ളൂ. പിന്നെ എൻട്രൻസ് അവിടെ അതെ പബ്ലിക് കാർ ഇവിടെ വന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് പാർക്ക് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ബ്രീഫിങ് എല്ലാം ഒരു ഏരിയയാണത്. ഇവിടെ നല്ലത് നേരെ എൻട്രൻസ്. വെൽക്കം ടു ജുറാസിക് പാർക്ക്. നമ്മുടെ ദുബായ് സഫാരി പാർക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഈ സെയിം ആയിരുന്നു. ഇതേപോലെ തന്നെ അവിടെ കുറേ ഷോപ്സ്, ഫുഡ്സ്, സ്നാക്സ്, ഇവിടെ കംപ്ലീറ്റ് സോവിനിയർ ഷോപ്സ്, തൊപ്പി, ടീഷർട്ട്, അങ്ങനത്തെ ആ ഒരു സെയിം ഒരു ഇൻ്റർനാഷണൽ സ്പെക്കിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി കൂടി നമുക്ക് കാണാം. ഇതൊരു നാച്ചുറൽ സ്റ്റോണാണ്. അതങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. അതിനെ പൊട്ടിച്ചില്ല. അതായത് ബയോഡൈവേഴ്സിറ്റി അതിലെന്തൊക്കെയാണ് വരിക? അപ്പോൾ ഇപ്പോൾ രാത്രിഞ്ചരന്മാരായിട്ടുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ, മൂങ്ങ, വവ്വാൽ അങ്ങനത്തെ, പിന്നെ പാമ്പുകളുണ്ട്, പിന്നെ ഉരകങ്ങൾ അങ്ങനത്തെ. കണ്ടലിൽ നിന്നുള്ള ചെളി കൊണ്ടുവന്ന് ശ്രദ്ധിച്ച ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ആ ചെളി നിലനിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഉപ്പുവെള്ളം കൊണ്ടുവന്ന് നിറച്ച് കണ്ടില് ഇപ്പോൾ ജസ്റ്റ് ഒരു മാസം ആവണുള്ളൂ. ഏകദേശം കേരളത്തിൻ്റെ പരീക്ഷണമാണ്. കണ്ടൽക്കാട് പോലെ ഇരിക്കും കണ്ടല്ലേ? ഇതിൽ ക്രോക്കഡൈല് ക്രോക്കഡൈൽ ഇതിലും അപ്പുറത്തും ഈ ഒരു കട്ട ഏവിയറി എന്ന് പറയുന്ന ഏരിയ ആണ്. ഇതില് മൊത്തം ഈ നെറ്റ് ഉണ്ടല്ലോ, ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ്. അത് ഫുള്ള് മറയും. അതിന്റെ ഉള്ളിൽ ഫുൾ ഓപ്പൺ ആയിരിക്കും. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇനം പക്ഷികൾക്കും ഓരോ ഏരിയ. ഇത് കണ്ട ഈ മതില് ഇത് ഒരു ഈ കട്ടല്ലേ? ഏരിയയാണ്. ഇതിൽ തന്നെ Land Zoo in US. That is also having the same features. നമ്മൾ WBC ആണ് വുഡൻ പോലത്തെ പ്ലാറ്റ്ഫോംസ്. Same thing. You can just go through this Woodland Zoo in US. The same way it has been designed. ഗ്ലാസ് ട്രെയിൻ ഇല്ല ഗ്ലാസ് റിസ്ക് എടുക്കണ്ടാന്ന് വെച്ചിട്ടാണ്. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വി വിൽ ബി പുട്ടിങ് റവന്യൂ മിനിസ്റ്ററുടെ ഇത് പ്രൈമേറ്റ്സ് ഓപ്പൺ ആയിട്ട് മതി. ഇനി ഇവിടെ ഒന്നും വിടുന്നില്ല ആനിമലിനെ. ആനിമലിനെ ഇവിടെ നമ്മൾ ഇതിൽ കൂടെ നടന്ന് അവിടെ പോയി കാണും. ഇവിടെ ഒരു ചെറിയ പോണ്ട് ഉണ്ടാവും, പിന്നെ നിറയെ പ്ലാന്റ് ഉള്ളി ത്രൂ ലാൻഡ്സ്കേപ്പിംഗ് സൈലന്റ് വാലിയുടെ ഒരു നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ മെറിൻ ആയിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിക്കും, ട്രീസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ കൂട് പോയി കാണാം.
രണ്ട് ഗ്ലാസസ് കമ്പൽസറി 12 മാസം 12 ഗ്ലാസ് പക്കാ ഗ്ലാസ് ടഫൻ ഗ്ലാസ്. ഇവിടെ കണ്ടു ഈ പ്ലാന്റിങ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. പ്ലാന്റിങ് ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. ബിക്കോസ് ദിസ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ ബയോളജിക്കൽ പാർക്ക്. അപ്പോൾ ഈ സ്പീഷീസിന് വേണ്ട LPM കാണപ്പെടുന്ന ഏരിയയിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മളിവിടെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. LTയുടെ ഏറ്റവും latest ആണ് വെടിപ്ലാവ് എന്ന് പറയുന്നത്. സൈഡിൽ വെടിപ്ലാവ് ഫ്ലാഗ് അത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കലയ്ക്കും ലേലിയും. അപ്പോൾ അത് രണ്ടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഫീഡ് ചെയ്യും. നമ്മൾ ഫീഡ് ചെയ്യും. നമുക്ക് കീപ്പർമാരും ഉണ്ട്. ഇപ്പോൾ 15 കീപ്പർമാരുണ്ട് ആനിമൽസിനെ നോക്കാൻ. 2 സൂപ്പർവൈസർമാരും ഉണ്ട്. അപ്പോൾ അവരാണ് ഈ ആനിമൽസിനെ നോക്കുന്ന ആൾക്കാർ. അതൊക്കെ നമ്മൾ ഓൾറെഡി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ഡോക്ടറുണ്ട്. ഇപ്പോൾ സൂവിൻ്റെ ഫംഗ്ഷന് വേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. So this is one. Yeah, that is artificial concrete. അസിസ്റ്റന്റ് കളക്ടറാണ് ജയകൃഷ്ണൻ IAS. ശരി. ഒരു കണ്ടൽ വനം നമ്മളിവിടെ സൃഷ്ടിക്കുകയാണ്. ഈ ഒരു മാംഗ്രൂവ്സ് എന്ന് പറയുന്നത് ക്രൊക്കഡൈൽ സ്പീഷീസ് കാണപ്പെടുന്ന അതേ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു വെജിറ്റേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളതിവിടെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് നമുക്ക് ആൾക്കാർ വരുമ്പോഴും അത് നമുക്ക് അതേതായിട്ടുള്ളൊരു ഹാബിറ്റാറ്റിൽ തന്നെയാണ് ക്രൊക്കഡൈൽ ഉള്ളത് എന്നുള്ളൊരു ഫീലിങ്സ് കിട്ടാനായിട്ട്. പബ്ലിക് ഇങ്ങനെയായിരിക്കും ആനിമൽസിനെ കാണുന്നത്. Such a concept is usually seen in foreign ഇങ്ങനത്തെയുള്ള ഒരു കൺസെപ്റ്റ്. The tram will be covering 1 hour 20 minutes. One tram. That means ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണല്ലോ. ഒരു ട്രാമിൽ 1 hour 20 minutes ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നലെ ആ മീറ്റിങ്ങിലൊക്കെ ഡിസ്കഷൻസ് ആയിരുന്നു. ട്രാം ഔട്ട്സോഴ്സ് ചെയ്യണം. റിയലി വി ആർ ഇൻ ടു ഓപ്പറേഷണൽ സ്റ്റേജ്. സോ ആ ഓപ്പറേഷണൽ സ്റ്റേജിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇന്നലെ ചർച്ച ചെയ്തു. അതും ബോത്ത് മിനിസ്റ്റേഴ്സ് റിയലി വോണ്ട് ദ സൂ ടു സ്റ്റാർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. ജൂൺ ആണെങ്കിൽ ജൂൺ, ജൂലൈ ആണെങ്കിൽ ജൂൺ. നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോകരുതെന്നോ. open viewing area. Viewing area and viewing shelter. Viewing area is open, viewing shelter is closed. So the unnecessary ഇപ്പോൾ മോൾക്ക് മാറ്റി. You can enjoy the very peaceful plant. എല്ലാ എൻക്ലോഷേഴ്സിലും കുറേ ഇതുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് ക്രാൾ, വി ഹാവ് എക്സസൈസ് യാർഡ്. ക്രാളിനകത്ത് നമ്മൾ ആനിമൽസിനെ കൊണ്ടിട്ട് അവർക്ക് ഫീഡിങ് കൊടുക്കുന്നു. അവരുടെ വിശ്രമ സ്ഥലമൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ വൺ ഈസ് എക്സിബിറ്റ് ഏരിയ വേർ പീപ്പിൾ വിൽ ഗെറ്റ് ടു എൻജോയ് ദ സൈറ്റിംഗ് ഓഫ് ആനിമൽസ്. ദെൻ വി ഹാവ് എക്സസൈസ് യാർഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിഗ് കാറ്റ്സ്, സ്ലോത്ത് ബെയർ, ഇങ്ങനത്തെയുള്ള കാർണിവോറസ് ടൈപ്പ് സ്പീഷീസിന് എക്സസൈസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇൻ ഫോറസ്റ്റ് വി ആർ ഓൾവേസ് ആക്റ്റീവ്. ദേ കീപ് ഓൺ റണ്ണിങ്, fighting, ambushing for food, everything. So such kind of exercise is needed for them. അപ്പോൾ ആ ഒരു എക്സസൈസ് കൊടുക്കാനുള്ള ഒരു യാർഡ് തന്നെയുണ്ട്. വേർ ദേ ക്യാൻ പ്ലേ, ദേ ക്യാൻ ഹാവ് എ ഫുൾ ടൈം കൈൻഡ് ഓഫ് എക്സസൈസ്. എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സസൈസ് യാർഡുണ്ട്. ഇൻ കേസ് ഓഫ് വി ഹാവ് പെഡോക്കും എക്സസൈസ് യാർഡ് എവറിത്തിങ് സെയിം. വേർ ദേ വിൽ ബി സെൻഡ് ആൻഡ് ദേ ക്യാൻ ഡു എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ എൻക്ലോഷേഴ്സിലും. ദെൻ വി ആർ എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു അസൈൻമെൻറ്റും കൂടി നമ്മൾ എടുക്കുന്നത്. എൻറിച്ച്മെൻ്റ് ആണ് ഒരു സൂവിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ യെസ് പ്രയോറിറ്റി ആണ്. ബട്ട് എൻറിച്ച്മെൻറ്റ് ഈസ് വേർ വി വിൽ ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് സിമിലർ ടു ഫോറസ്റ്റ്. പ്ലാന്റിങ്ങിൽ ത്രൂ മേ ബി ചെറിയ വീട് പോലെ ലോക്സ് ഒക്കെ വെച്ചിട്ട് കിട്ടിയിട്ട് അങ്ങനെയുള്ള കുറേ വളരെ നമ്മളിപ്പോൾ ഓരോ സൂവും നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വി വിൽ സീ ദാറ്റ് മോഡേൺ കൺസ്ട്രക്ഷൻ ദ വേ ദ ക്യൂബിക്കിൾസ് ആർ കെപ്റ്റ്. By putting logs, by putting rubbles, by putting some logs, everything. അതൊക്കെയാണ് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി. അപ്പോഴേ ആനിമൽസിന് അവർ കാട്ടിൻ്റെ ഉള്ളിലാണ് എന്നുള്ളൊരു ഫീല് വരും. അതെ അതെ, അതിനെയാണ് നമ്മൾ എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഓൾസോ വി ആർ ഡൂയിങ്. ദീസ് ഡിയർ 1, 2, 3 നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഓരോ ഡിയേഴ്സിനെ മാറ്റും ഇങ്ങോട്ടേക്ക്. ഇത് നമുക്ക് കാണാനുള്ള Now we will see one more is a elevated walkway. അതും കാണണം. ബിഗ് കാറ്റ്സ്.
ഗ്രാസ്ലാൻഡ് ഷോള സോൺ, ഡിയർ സോൺ ഈസ് ദെയർ, ദെൻ ഗ്രാസ്ലാൻഡ് ഏരിയ ഈസ് ദെയർ. അങ്ങനെ ഓരോ സോണും എന്ന് പറയുന്നത് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സോൺ ഈസ് ആ ഏരിയയിലുള്ള വെജിറ്റേഷൻ, ആ ഏരിയയിൽ ബിലോങ് ചെയ്യുന്ന ആനിമൽസും ആയിരിക്കും അവിടെ. ഫോർ എക്സാമ്പിൾ കൻഹാ സോൺ എന്ന് പറയുന്നത് മോയ്സ് ഡെസിഡസ്, ഡ്രൈ ഡെസിഡസ് വെജിറ്റേഷൻ. അവിടെ യൂഷ്വലി കാണപ്പെടുന്ന സ്പീഷീസാണ് ഡിയർ, ബിഗ് ക്യാറ്റ്സ്, അങ്ങനെ. അപ്പോൾ അതാണ് ഇത് കൻഹാ സോണിൽ വരുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു സൈലന്റ് വാലി സോൺ. അതിൻ്റെ സോൺ മാർക്കറാണ് ഗുഹ. സോ ഇൻ സൈലന്റ് വാലി സോൺ വി ഹാവ് LTM, നീലഗിരി, ലംഗൂർ. അങ്ങനത്തെ ആ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രൈമേറ്റ് സ്പീഷീസിനെയാണ് നമ്മൾ അവിടെ വെക്കുന്നത്. അങ്ങനെ ഡിയർ സോൺ ഉണ്ട്, വി ഹാവ് സ്ലോട്ട് ആൻഡ് ഹിമാലയൻ്റെ. ഷോള സോൺ ഉണ്ട്, വി ഹാവ് നീലഗിരി താർ. പിന്നെ ആഫ്രിക്കൻ പ്ലെയിൻസ് ഉണ്ട്, വേർ വി വിൽ ഹാവ് ഹിപ്പോ, ജിറാഫ്, ഇലാൻ, സീബ്ര, അങ്ങനെയുള്ള സ്പീഷീസാണ്. അപ്പോൾ അതിൽ ആഫ്രിക്കൻ പ്ലെയിൻസ് എന്ന് പറയുന്നത് വരാൻ കാരണം സുലു ലാൻഡ് കൺസെപ്റ്റാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻസ് പോലെയായിരിക്കും ആ ഏരിയയിൽ വരുന്ന കൺസ്ട്രക്ഷൻസ്. സോ ഇറ്റ്സ് എ വെർണാക്കുലർ ഐക്കോണിക് സ്ട്രക്ചേഴ്സ്. ആ പർട്ടിക്കുലർ ഏരിയയിലെ വെർണാക്കുലർ സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പം അങ്ങനെയാണ് ഇത് ജോൾക്കോൻ്റെ കൺസെപ്റ്റിനെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ബുക്ക്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ഡിസൈനർ സൂ ഓഫ് ഇന്ത്യ. ഏഷ്യയിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എന്ന് പറയില്ല, ബിഗ്ഗസ്റ്റ് പറഞ്ഞാൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്. പക്ഷേ ദിസ് ഈസ് എ ഫസ്റ്റ് ഡിസൈനർ സൂ ഓഫ് ഇന്ത്യ. സിംഗപ്പൂർ ഇതൊരു കംഫർട്ട് സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് ക്യാൻറ്റീനൊക്കെ ഉണ്ട്. Because people will walk through the cavity. Almost in final stages. Almost at the end. നമുക്ക് ഇതിലേക്ക് കൂടെ ഒന്ന് കയറാം. നോ പ്രോബ്ലം അല്ലേ? പണി നടക്കണ പണി കഴിഞ്ഞാൽ ഫുൾ നടന്നു പോകാനുള്ള സെറ്റപ്പായിട്ടാണ്. ഇങ്ങനത്തെ ബാംബൂസിൻ്റെ സ്പെഷ്യാലിറ്റി ഇത് കൊയറാണ് കേട്ടോ. ഈ സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ കൊയർ ജോലിസ്. എന്നിട്ട് അതിൻ്റെ മേലെ അത് പ്ലാന്റ് നാച്ചുറൽ മെത്തഡോളജീസ് adopted in this. Every day, you know, it is kind of discussions, research, and decision making is it's not an easy because you are bringing animals അല്ലേ, ജീവികളെ നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഹാപ്പിനെസ് കുറയാത്ത രീതിയിൽ നമ്മൾ അവർക്ക് നല്ല രീതിയിൽ എൻവയോൺമെൻറ്റ് സൃഷ്ടിച്ച് കൊടുക്കുക പറഞ്ഞിട്ട് വെരി ടഫ് ടാസ്ക് ടൈഗറിനെയാണ്. ഇതൊക്കെ ഇനി നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സമയത്ത് മണ്ണ് വീണതാണ്. സ്റ്റേബിളാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പ്ലാൻ ചെയ്യും, ഗ്രാസസ് എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ച് സ്റ്റേബിളാണ്. പ്രത്യേക ചെറിയ ആളുകളുണ്ട്. പിന്നെ ഓപ്പൺ എക്സസൈസ് ഗാർഡൻ, ആ രണ്ട് റൗണ്ട് ഷേപ്പ് ഓപ്പൺ എക്സസൈസ് ഗാർഡൻ. 5 ടൈഗേഴ്സിനെ മാക്സിമം എടുക്കാം. 5 ടൈഗേഴ്സ്, കാരണം നമുക്ക് തൃശ്ശൂർ സൂന്ന് 3 മെയിൽ ടൈഗേഴ്സ് വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗയും വൈദ്യയും കൂടി ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് മിക്കവാറും 5 ടൈഗേഴ്സിനെ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ ക്രാള്, എക്സസൈസ് യാർഡ്, പിന്നെ അവർക്ക് എല്ലാ ഇത് കബ്ബിങ് ഏരിയ, കബ്ബിങ് ഡെന്നുണ്ട്. അത് അമ്മയും കുട്ടിക്കും പ്രൈവസി കൊടുക്കാനായിട്ട് കുഞ്ഞു കബ്ബിങ് ഡെന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ദ തിങ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ animals should be very happy. That is the main, at the end of the day, main focus of zoo management. Animal happiness. Indian government That also we will go there. ഡൗണിലേക്ക് അതാണ്. അതിൻ്റെ പുറകെ കാണുന്ന കൺസർവേഷൻ ഏരിയ, ബിക്കോസ് വി ആർ പ്ലാന്റിങ്. പ്ലാന്റിങ് നടക്കുന്ന വെച്ചാൽ അതാണ് കുറേ ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അത്രയ്ക്ക് പ്ലാന്റിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ് കാര്യങ്ങളൊക്കെ വരുന്നത് മാനേജ് ചെയ്യണമെന്നില്ല. നമ്മൾ ഇനീഷ്യലായിട്ട് വാട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതന്നെ ഇത് CPWD ഇവിടേക്കൊക്കെയുള്ള ഞാൻ പറയുക, നമ്മുടെ ട്രാളിലേക്ക് എൻക്ലോഷേഴ്സിലേക്കുള്ള വാട്ടറിനെല്ലാം CPWDക്കാർ ഓൾറെഡി ലേ ചെയ്ത് കഴിഞ്ഞു പൈപ്പ്. എന്നിട്ട് അവർ ഓരോത്തിലേക്ക് ടാപ്പ് പോയിൻറ്റ്സ് അവരിടുന്നു. അതെല്ലാം ഇവരുടെ വർക്കിൻ്റെ ഭാഗമാണ്.
ഇപ്പോൾ ഉണ്ട് ജിറാഫിൻ്റെ ലാൻഡ് സീബ്ര. അങ്ങനെ എല്ലാ ഓസ്ട്രേലിയ എല്ലാ മൃഗങ്ങളും കൂടി ഒറ്റ ആഫ്രിക്കൻ അതേ കൺസെപ്റ്റിൽ എല്ലാം കൂടി ഒന്നിച്ച് ഒരേ ഏരിയയിൽ പക്ഷെ അങ്ങനെ ഞാൻ പല സൂലും നോക്കിയിട്ടുണ്ട്. അത് കോ എക്സിസ്റ്റൻസ് ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. വൺ ഈസ് നോട്ട് ഹാർമിംഗ് ദി അതർ. ആനിമൽസ് ആർ വെരി ടോളറബിൾ. മീൻസ് രാത്രി എൻവയോൺമെൻറ്റിൽ രാവിലെ വിസിറ്റേഴ്സിന് ആക്റ്റീവായിട്ട് അവരെ കാണാം. രാത്രി ആകുമ്പോൾ അവർ നമ്മുടെ രാത്രി അവർക്ക് രാവിലെയാണ്. ദേ വിൽ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. And that system, that automated system is also they are planning. Hafei, actually Hafei എന്ന് പറഞ്ഞ ലൈറ്റ് കമ്പനിയാണ്, ജർമ്മൻ കമ്പനിയാണ്. They are doing this project for us. So, infrared lights വേണം, ultraviolet lights വേണം, ആനിമലിനെ അത് വരും. അതിന് നമ്മൾ ആ ഏരിയയിൽ we are only 4 lights. No main lights, only 4 lights we are providing. ഓ ഇത് ഓക്കെ. അതിന് മുന്നേ പ്ലാൻ ഒന്നുമില്ല. അതിന് മുന്നേ നമുക്ക് ഉണ്ട് they were planning, but we invited Jomko in the year 2012 and he gave us the best idea of going about it. Phase 3 ആണ്. Phase 3 കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. ഹിമാലയൻ ബ്ലാക്ക് ബോക്സിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത് ഹിമാലയൻ ബ്ലാക്ക് ബോക്സ് അവർ എലിവേഷൻ കണ്ടോ ഒന്ന് കാണണം. ആ ഒരു ഹൈറ്റ് ഒന്ന് കാണാം അല്ലേ. പാർക്കിംഗ് ഏരിയയിൽ തന്നെ തിരിച്ചെത്തില്ല. ആണല്ലേ. എന്ത് പ്രായത്തിൽ വേണം വൈകമോളെ വിളിക്കാൻ പറ്റിയത് വൈകമോൾ വൈക ഒന്ന് നടന്നേ. വൈക എനിക്ക് ഒന്ന് ചുറ്റും നടന്നു വന്നേ. ഒന്ന് എണീറ്റേ. നടന്നോ മോളെ, നടന്നോ, ഒന്ന് നടന്നോ. ആ ഒന്ന് നടന്നേ. നല്ല കുട്ടിയല്ല, ഒന്ന് നടക്കും. ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് ഇവിടെ നടക്കും. അത് ശരി, അത് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് പുള്ളി നടക്കുന്നത്. മേഡം വൈഗയെ കുറിച്ച് 2 വാക്കും. വൈഗ തൃശ്ശൂർ പുത്തൂർ സോളജിക്കൽ പാർക്കിന്റെ ആദ്യ ആനിമലാണ്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവള് 12 വയസ്സാണ് അവൾക്ക്. വളരെ ഹെൽത്തിയാണ്. ഇവിടെ 2 സൂപ്പർവൈസർമാരും 4 കീപ്പേഴ്സും ഒരു ക്യൂറേറ്റർ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഫുൾ ടൈം 24/7 അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. And she is showing all the wild instincts, wild characters, and she is quite happy, naughty here. പിന്നെ ഞങ്ങളുടെ ഈ സൂവിൻ്റെ ടീമിൻ്റെ ഒരു ഡോട്ടറാണ് അവൾ. അങ്ങനെ തന്നെ പറയണം. അത്രയും അറ്റാച്ച്ഡ് ആണ് ഞങ്ങൾ എല്ലാവരും അവളായിട്ട്. സോ ഒരു കുഞ്ഞൊരു ബേബിയെ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബേബിയാണ് അവള്. ട്രൂ ഷീ ഈസ് പാർട്ട് ഓഫ് അവർ ലൈഫ്. സോ ദി സൂ വർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ദ ടീം ഹാസ് ടു ഓൺ തിങ്സ്. ദേ ആർ ഓൺലി Regin is a curator. ആള് ഇവിടുത്തെ ബയോളജിസ്റ്റാണ്. ഈസ് ഓൾസോ ലുക്കിംഗ് അറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടാണ്. വൈഗ മാത്രമല്ല, ഈ ഫ്യൂച്ചറിൽ സൂ സ്റ്റാർട്ട് ചെയ്ത കംപ്ലീറ്റ് ആനിമൽസിന് വേണ്ടിയിട്ട് 3 പേരുണ്ട്. അശ്വിനി, അഖിൽ ആൻഡ് തൃശ്ശൂർ സൂവോളജിക്കൽ പാർക്ക് ടീം.
ടീം. കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും മാഡത്തിനൊപ്പം നടന്നു കണ്ടപ്പോഴാണ് ഇത് എത്രത്തോളം സ്കെയിലിലാണ് ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്നത് മനസ്സിലായത്. തീർച്ചയായിട്ടും ഇത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് തൃശ്ശൂരിൻ്റെ മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ തന്നെ ഭാവിയിൽ ഇന്ത്യയുടെ തന്നെ ഒരു ലെവൽ ഒരു എന്താ പറയുക ഒരു ഐക്കോണിക് സ്ഥലമായിട്ട് വളരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇനിയും എക്സ്പാൻഷന് സ്കോപ്പ് ഇട്ടുകൊണ്ട് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പം വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് വൈഗ നമ്മൾ നെയ്യാറിലായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കണ്ട ഒരു വൈഗയല്ല ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാൻ എത്രത്തോളം കെയർ എടുത്തിട്ടാണ് ഓരോ ആനിമലിനെയും എന്താ പറയുക കെയർ ചെയ്യുന്നത്. അതുമാത്രമല്ല അവരുടെ നീഡ്സ് കാരണം ഇവിടെ ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇത് വൈഗ അവിടെ ഒരുപാട് എന്താ പറയുക അഗ്രസീവ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇത്ര അടുത്ത് പോലും ചെന്ന് നിൽക്കാൻ നമുക്ക് തന്നെ പേടി. നമുക്ക് ഈവൻ 2 വലിയ കേജ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് നിൽക്കാൻ തന്നെ പേടി വന്നൊരു സാഹചര്യം. പക്ഷേ ഇവിടെ വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് വൈകിയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ പിന്നീട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു വലിയ കൈയടി തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് അവർ കെയർ ചെയ്യുന്നുണ്ടാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആനിമൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ വരും എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒരു തുവലായിരിക്കും അല്ലെ? ഏത് സ്പോട്ട് ഒരു ടൂറിസ്റ്റുകൾ വന്ന വഴിക്ക് മറഞ്ഞ് വലിയൊരു ഏരിയയും മാറും. താങ്ക് യു സാർ. സാർ ഇവിടുത്തെ തൃശ്ശൂരിലെ ACF ആണ്. നിബു കിരൺ എന്നാണ് പേര്. ഈ സൂവിൻ്റെ എന്താ പറയുക ഹാർട്ട് ബീറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു 1 hourനുള്ളിൽ. ഹാർട്ട് ബീറ്റ് ഒന്ന് സൂവിൻ്റെ ഹാർട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ കഴിഞ്ഞ 2019 മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ACF ആയിട്ട്. നമ്മൾ ഇത്രയും നാളെ ഒരുപാട് എക്സ്പീരിയൻസും ഗ്യാദർ ചെയ്തു. ഈ സൂവിൻ്റെ ഇനീഷ്യൽ മുതലുള്ള പല കാര്യങ്ങളും അറിയുന്നുണ്ട്. അത് വെറും ഒരു മുളങ്കാടായി കിടന്ന ഏരിയയാണ്. മുളങ്കാടും ബാക്കി കാഷ്യൂ പ്ലാന്റേഷനായി കിടന്ന ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട ഒരു വലിയൊരു സൂ സ്ട്രക്ചേഴ്സായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടു തുടക്കത്തിൽ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2020 കോവിഡ് പാനിക് ഒരു പാൻഡമിക് വന്നു. അതിനുശേഷം ഒരുപാട് മഴയും മറ്റ് കാരണങ്ങൾ കൊണ്ടും വർക്ക് കൂടെ ഡിലേ ആയിട്ടുണ്ട്. എന്നാൽ പോലും അതിലേക്ക് അതിജീവിച്ച് പരമാവധി വേഗത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന നിലയിലേക്ക് നിർമ്മാണ പ്രവർത്തനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. സാറ് പറഞ്ഞ കൈയടി കൊടുക്കണം. എന്നോടൊപ്പം തന്നെ എന്നോടൊപ്പം ഡയറക്ടർമാരുണ്ട്, കൂടെ ഒരു റേഞ്ച് ഓഫീസറുണ്ട്, 2 SFO ഉണ്ട്, കൂടെ 4 BFOs ഉണ്ട്, പിന്നെ നമ്മുടെ കോൺട്രാക്ട് സ്റ്റാഫിലെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, വിൻസെൻ്റ് തുളസീധരൻ, കൂടാതെ 15 അനിമൽ കീപ്പേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം ആക്റ്റീവായിട്ടുള്ള കളക്റ്റീവ് എഫർട്ടാണ് ഇതുവരെ ഇത്രത്തോളം സക്സസ് ആവാൻ സാധിച്ചത്. വലിയൊരു സക്സസ് ആവട്ടെ. അതെ, തീർച്ചയായിട്ടും. മറ്റേ ഇന്ത്യയുടെ മാപ്പിൽ തൃശ്ശൂരിന് ഒന്നുകൂടി മാർക്ക് ചെയ്യാനുള്ള സ്പോട്ടാവട്ടെ. താങ്ക് യു സാറേ. നല്ലോണം നോക്കിക്കോളാം. കുഴപ്പമില്ല. ബ്ലോഗറായ ചേർത്തേട്ടൻ പുലി കടിച്ചു പപ്പയുടെ തല വെച്ച് എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. വൈകാ ചുച്ചു ബേബി. വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക്
ഇവിടെ വൈകനെ അങ്ങനെയാണ്. കാരണം പുലിയായ പുലിക്കൂട്ടിൽ കിടക്കണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടക്കത്തില് പറഞ്ഞു അമലിന്റെ പപ്പ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, 25 വർഷമായിട്ട് സൂലാണ്. മുത്തശ്ശൻ്റെ കഥ അടക്കം ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പുള്ളി റിട്ടയർ ആയിട്ട് 27ആണ്. മോനറിയില്ല പറഞ്ഞു കൊടുത്തത്, മോന് 25 എന്നാ പറഞ്ഞത്. അപ്പൊ ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ വിൻസെന്റ് ഏട്ടൻ. പുള്ളിയാണ് ഇവിടെ ഇപ്പൊ വൈകിയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൽ ചാർജ്. അപ്പൊ ഒന്ന് വൈകിയുടെ ഡീറ്റെയിൽസ്, പിന്നെ സൂവിന്റെ ഒരു ഓവറോള് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. നല്ല മോനാ, പറഞ്ഞു കൊടുത്തു. വൈകിയത് തരാം. മോഹന്റെ എനിക്കറിയില്ല, സൂവിൻ്റെത് അവർ രണ്ടാളും കൂടെ അത് അവരോട് ചോദിക്കാം. വേറെ നല്ല നമ്മൾ അറിയാത്ത കാര്യം ശരിയാ. മോനെ കുറിച്ച് എനിക്കറിയാം. ഇനിയിപ്പോ ഞാൻ പറയാം, ഒന്നും പറയാനില്ല. കറക്റ്റാണ്, ഡീസന്റ് അല്ലേ. ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് പറഞ്ഞു. ഓക്കെ, സാറേ പോയോ? ഇവരൊക്കെ ഇപ്പൊ പോവും. ഓക്കെ, വൈഗയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്ന സമയം തൊട്ട് വൈഗയ്ക്ക് നല്ലൊരു കെയറിങ് ആണ് ഇവിടെ കിട്ടിയത്. കാര്യം ചൂട് കാലമായതുകൊണ്ട് അവൾക്ക് 2 ഫാന്, 2 കൂളറ്, എന്തിനെ കുടിക്കാൻ മിനറൽ വാട്ടർ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മള് പോലും പൈപ്പിലുള്ള പഠിച്ചത്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ മാഡം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും മാഡം വൈകിയെ കാണാണ്ടിരിക്കുന്നു. ഇതിനിടെ വന്ന് കാണും. എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് വൈകിയെ കണ്ട് വൈകിയുടെ വിശേഷം തിരക്കി വൈകിയെ വിളിച്ചിട്ട് മാഡം പോകും. ഇനി എങ്ങനെ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും വൈകിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് നേരത്തെ പുള്ളിക്കാരി പറഞ്ഞത്, സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാൻ. അങ്ങനെയാണ് ഇവിടെ വന്ന് മോളേനൊക്കെ വിളിച്ച് നല്ല വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിലുള്ള ഓഫീസിലുള്ള എല്ലാവരും വൈകിക്ക് വേണ്ടി എന്തിനും തയ്യാറാണ്. എന്തൊക്കെയാ വൈകിയുടെ ഫുഡ് ഹാബിറ്റ്സ്? എന്തൊക്കെയാ വൈകി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ? രാവിലെ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിനൊരു 4 മണിക്ക് കൃത്യമായിട്ടും എണീക്കും. എണീറ്റ് കഴിഞ്ഞൊരു 4 വിളിയൊക്കെ വിളിച്ച് ഒന്ന് കറങ്ങി നടന്ന് ഒരു ചാട്ടമൊക്കെ ചാടും. അതായത് കാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവര് കൂടിനകത്ത് പോയാൽ എങ്ങനെ പുറത്തു പോകാന്നുള്ള രീതിക്ക് കിട്ടുന്ന കമ്പിയിൽ പിടിച്ച് ചാടും, മുളകെ കയറും, മുകളിലെടുത്ത് ചാടിയിട്ട് വരും. അപ്പോഴേക്കും നമ്മള് ഇവന്റെ ബഹളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന് വൈകാന്നൊക്കെ വിളിച്ച് ആളത്തിന് സൈലന്റ് ആവും. പിന്നെ അത് കഴിഞ്ഞാല് ആള് കുറച്ചു നേരം കിടക്കും, പിന്നെ നടക്കും, അങ്ങനെയുള്ള പ്രകൃതമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആളെ അടുത്ത കൂട്ടിലേക്ക് മാറ്റി കൂടൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി നാളെ കാഷ്ടമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടൊക്കെ നല്ല വൃത്തി ക്ലിയർ ആക്കി ഓപ്പൺ കൂടും ചെക്ക് ചെയ്തതിന് ശേഷം രാവിലെ ഓപ്പണിലേക്ക് പറഞ്ഞു വിടും. എന്താ ഭക്ഷണം? എന്താ ഭക്ഷണം? ബീഫാണ് കൊടുക്കുന്നത്, 5 കിലോ ബീഫ് രാവിലെ. രാവിലെ ഒരു 10-11 മണിയോടുകൂടി അതിന്. പിന്നെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓപ്പൺ കേജിൽ ടാങ്ക്, ആ ചൂട് സമയം വന്നാൽ വെള്ളം നിറച്ചു കൊടുക്കും, വെള്ളത്തിൽ കിടക്കും. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 2 സൂപ്പർവൈസർമാരുണ്ട്. ആ 2 സൂപ്പർവൈസർമാരും 15 കീപ്പർ ട്രെയിനി ഉണ്ട്. പിന്നെ 3 കൂറൊക്കെയുണ്ട്. പിന്നെ നെബു സാറ്, ലിൻഡോ സാറൊക്കെ ഇവിടെ രാത്രി നൈറ്റ് കിടക്കുന്ന ഇവിടെ തന്നെയാണ്. രാവിലെ വന്നാൽ പിറ്റേ ദിവസം പോകണം. അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് ഇവിടെ. ഇന്നിപ്പോൾ ഞാനാണ് വന്നെങ്കിൽ നാളെ അടുത്ത സൂപ്പർവൈസർ തുളസീധരൻ, വേറെ 2 കീപ്പർ, ഒരു കൂറേറ്റർ കാണും, ഒരു DF സാർമാരും കാണും. അവർ വരുന്നൊരു പിറ്റേ ദിവസം വീട് കാണുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് വൈകിക്ക് ചിലപ്പോൾ അത് 2 പ്രാവശ്യം മൂത്രമൊഴിക്ക് കാഷ്ട ചെയ്ത് അപ്പം തന്നെ കൂട് ക്ലീൻ ചെയ്യും. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ
ചെയ്യും. ഡോക്ടർമാരൊക്കെ ഇവിടെ in-house തന്നെയാണ്. ഡോക്ടർമാരൊക്കെ വിളിപ്പുറത്താണ്. വിളിച്ചാൽ അപ്പോഴെത്തും. വിളിക്കണതിന് മുമ്പ് വരും. വിളിക്കാനും മുന്നേ വരും. നമുക്ക് തന്നെ ഒരു ഡോക്ടറുണ്ട്. ഉണ്ട്. നമുക്ക് തന്നെ ഒരു ഡോക്ടറുണ്ട്. സാറിന്റെ പേര് ഡോക്ടർ രാജ് എന്നാണ് പേര്. നല്ല ഡോക്ടറാണ്. വൈകിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ആളെപ്പോഴും വരും. അപ്പൊ അതാണ് വൈകിയുടെ ഡീറ്റെയിൽസ്. സാറിന് സൂവിന്റെ ഒരു ചെറിയൊരു ഇതൊന്ന് പറഞ്ഞുതരും. വലിയൊരു ഏരിയ ആണ്, എന്നാലും ചെറുതായിട്ടൊന്ന് ഈ സൂ എങ്ങനെ, സൂവിന്റെ ഒരു വിസിബിലിറ്റി ഒന്ന് പറഞ്ഞു. സൂവിലിപ്പോ നിലവില് പണി കഴിഞ്ഞിട്ടുള്ളത് സിംഹവാലൻ കുരങ്ങ്, പിന്നെ കരിങ്കുരങ്ങ്, കാട്ടുപോത്ത്, പിന്നെ മാൻ, പക്ഷികൾ, ഇവരുടെയൊക്കെ കൂടുകൾ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാം കൺസ്ട്രക്ഷനിലാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് റെജിൻ പറയും. പുള്ളി ഇതിന്റെ ക്യൂറേറ്ററാണ്. പുള്ളി കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഐസൊലേഷൻ ക്വാറന്റൈൻ ആണ് സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്ന് ഒറ്റ അനിമൽസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൂയിക്ക് റിലീസ് ചെയ്യില്ല. ഇവിടെ വന്ന് ക്വാറന്റൈൻ നമ്മൾ കൊറോണ കാലത്ത് അനുഭവിച്ച അതേപോലെ തന്നെ ഒരു സെയിം സിറ്റുവേഷൻ 14 ദിവസം അല്ലെങ്കിൽ അത് അസുഖം ഉണ്ടെങ്കിൽ അത് കഴിയണ വരെ ഇവിടെ ക്വാറന്റൈനിലായിരിക്കും. എന്നിട്ടാണ് അനിമൽസിനെ അങ്ങോട്ട് മാറ്റുക. അപ്പോൾ അവിടെയുള്ള ഒരു അനിമൽസിനും ഒരു എയർബോൺ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് നമ്മുടെ ഈ ഐസൊലേഷൻ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഈ സൂവിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മൾ സൂ 3 ഫേസ് ആയിട്ട് തിരിച്ചാണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. അതിലിപ്പോ ഫേസ് 1 കംപ്ലീറ്റ്ലി നമ്മുടെ വർക്ക് കഴിഞ്ഞു. അതില് മങ്കീസ്, അതുപോലെ എവിയറൈ, കാട്ടുപോത്ത്, ആ എൻക്രോച്ചേഴ്സിനൊക്കെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ സെക്കൻഡ് ഫേസിൽ വരുന്നതാണ് ബിഗ് കാറ്റ്സ്, ലെപ്പേർഡ്, ടൈഗർ, ലയൺ, അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പൊ അവിടുത്തെ പണി കഴിഞ്ഞാൽ വൈക ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് മാറ്റും. പിന്നെ തേർഡ് ഫേസ് ഈ ഹിപ്പോ, ആഫ്രിക്കൻ അനിമൽസ്, ആ ഒരു ഏരിയ ആണ്. അതും ഈ പറഞ്ഞ പണി ലാസ്റ്റ് കണ്ട ഏരിയ ഒക്കെ ആഫ്രിക്കൻ അനിമൽസ് ആണ്. ഇന്ത്യയിലില്ല. ഇന്ത്യയില് ഒറ്റ സൂലും ഇല്ല. അതൊരു കാള പോലത്തെ ഒരു സൈസ് അനിമല്ലേ. അപ്പൊ അത് ആദ്യമായിട്ട് ഇന്ത്യക്ക് വരണമെങ്കിൽ നമ്മളായിരിക്കും ആദ്യമായിട്ട് കൊണ്ടുവരാം. അപ്പൊ അങ്ങനത്തെ ആഫ്രിക്കൻ അനിമൽസ് മറ്റുള്ള ബേർഡ്സിന്റെ ഒക്കെ വരുന്നത് തേർഡ് ഫേസിലാണ്. അങ്ങനെയാണ് സൂവിന്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതാണ് ഒരു ബേസിക് ഡീറ്റെയിൽസ് സൂവിന്റെ. ഇനിയുള്ളത് ഈ പറഞ്ഞ പോലെ അത് ഓപ്പൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വന്ന് കാണാം. ഇവർ രണ്ടുപേരും വൈകിയുടെ സ്വന്തം ആൾക്കാരാട്ടാ. ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും വിളിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇവർ രണ്ട്, എന്താ പേര്? ഹാനി, രാഹുൽ. എവിടെ പോയാലും ഒരു രാഹുൽ ഉണ്ടല്ലോ. അപ്പൊ ഇനി ബാക്കി വൈകി ഇൻറ്റോ നോക്കാം നമുക്ക്. ഇങ്ങോട്ട് വന്നേ മോളെ, ഇങ്ങോട്ട് കേറിക്കേ. വൈക കേറിക്കേ, മോള് കേറിക്കേ. എണിക്ക് അവിടെ നിങ്ങോട്ട് പറ. വൈക കേറ് മോളെ, കേറാൻ. അത്ര തന്നെ, നല്ല കുട്ടി. കിടക്കല്ലേ വൈക, കിടക്കരുത്. പാട്ട് പാടിത്തരേ. കിടക്കണ്ട, സമയായിട്ടില്ല. വൈക വേണ്ട. വൈക കിടക്കരുത്. വൈക നടന്നോ. കിടക്കരുത്. എന്നോടോ ബാല. മൂലയില് പോയിരിക്കണല്ലോ അല്ലേ? ഇവിടെ 15 പേരുണ്ട്. ട്രെയിനിയാണ് ആനിമൽ കീപ്പറിന്റെ. 5 ലേഡീസും. എന്തൊക്കെ വരും ഈ ആനിമൽ കീപ്പർ എന്ന് പറഞ്ഞാൽ? ആനിമൽ കീപ്പർ എന്ന് പറഞ്ഞാൽ ജോലി എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ഒരു കേജ് ക്ലീൻ ചെയ്യുക. രാവിലെ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു മുറിവുണ്ടോ,
എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൂട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ഒരു ആനിമൽ കീപ്പറിൻ്റെ ജോലി. ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൃത്യസമയത്തിന് കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഒരു ആനിമൽ കീപ്പർ എന്ന് പറയുമ്പോൾ ഒരു കീപ്പർ വേണം ഇതിനെ ചെക്ക് ചെയ്തിട്ട് അതിന് വല്ല മുറിവുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരു ആനിമൽ കീപ്പറിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്റെ ഭാര്യയാണപ്പോ എല്ലാം അറിയണം. അപ്പോ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ശരിക്കും ഇപ്പൊ കൂടെ സൂപ്പർവൈസറും കീപ്പർ ട്രെയിനിയും ഗാർഡുമാരും ക്യൂറേറ്റർമാരും എല്ലാം ഇവിടെ നൈറ്റ് കിടക്കുന്നത്. അപ്പൊ ഇതിനിപ്പോ എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ ഇതൊരു സൂ ആയി പ്രവർത്തിച്ചു വരുമ്പോൾ അതാത് കൂടിന്റെ കീപ്പർമാർക്കാണ് അതിന്റെ പവർ. ഒറ്റ കൂടിന്റെ ഒറ്റ കീപ്പർ അല്ല, ഒരു കേജ് ചിലപ്പോൾ അതിലൊരു 4-5 കേജ് കാണും. അതിലുള്ള പക്ഷികളായാലും കടുവയായാലും സിംഹമായാലും ഇതിന്റെ കൈ മുറിഞ്ഞോ, കാല് മുറിഞ്ഞോ, വെള്ളം കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, ഇതെല്ലാം അറിയണത് ആ സെക്ഷന്റെ ഒരു കീപ്പറാണ്. അവരുടെ ജോലിയാണ്. കീപ്പറാണ്. കാര്യം സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ മൊത്തം കറങ്ങി വരും. പുറത്ത് അത്രേ പറ്റുള്ളൂ. ഇതിനെ കൂട് അതിന്റെ കാഷ്ടമൊക്കെ വാരി മാറ്റി കൂട് ക്ലീൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കീപ്പറിനാണ്. കീപ്പർ വേണം ഒരു ആനിമൽ കീപ്പറിനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, വെള്ളം കുടിച്ചിട്ടുണ്ടോ, അതിന്റെ മുറിവുണ്ടോ എന്നുള്ള കാര്യം ശരിക്കും റിപ്പോർട്ട് ചെയ്യാൻ. സ്റ്റൂള് കറക്റ്റ് ആണോ എന്ന് പോലും നോക്കണം അല്ലേ? എല്ലാം ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത് എൻ്റെ ഒപ്പം വൈകിയെ കൊണ്ടുവരാനായിട്ട് തിരുവനന്തപുരം നെയ്യാറിയിൽ നിന്ന് വന്ന ഒരു കീപ്പർ കൂടെ ഉണ്ട്, ആനി എന്നാണ്. പിന്നെ രാഹുൽ. ഈ മാസം മുഴുവനും ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ കീപ്പറിന്റെ ചാർജ്. 15 ദിവസം വേറെ 2 കീപ്പർമാരുണ്ട്. മൊത്തം 15 പേരുണ്ട്. അല്ല, മൊത്തം 15 പേര്. അതിൽ 5 ലേഡീസ്. ഒരു ടേണില് 2 ട്രെയിനിങ് കീപ്പറും സൂപ്പർവൈസറും. നാളെ തുളസി എന്ന് പറയുന്ന സൂപ്പർവൈസറും 2 ട്രെയിനിങ് കീപ്പറും. ഇവര് ശരിക്കും ഗവൺമെന്റ് ഡയറക്ട് സ്റ്റാഫാ? കോൺട്രാക്ടറാണ്. പക്ഷെ കഴിഞ്ഞ ടേണിൽ നിന്ന് എൻ്റെ ഒപ്പം നിന്ന 2 ആനിമൽ കീപ്പർമാരുണ്ട്. ഒന്ന് റജിൻ എന്ന് പറയും, ഒന്ന് സുജിത്ത് എന്ന് പറയും. 15 ദിവസം അവരിവിടെ ക്ലീനിങ്ങും പഠിച്ചു. ഈ കേജിന്റെ വർക്കൗട്ടിങ് എങ്ങനെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കേജിന്റെ വർക്കൗട്ടിങ് എന്താ? കേജിന്റെ വർക്കൗട്ടിങ് എന്ന് പറഞ്ഞാല് ആ ചങ്ങല അഴിച്ചിട്ട് ഒരു കേജ് വലിക്കുമ്പോഴാണ് ഇവൻ ഈ റൂമിൽ കയറുന്നത്. ആ ചങ്ങല അഴിച്ചിട്ട് ഒരു കേജ് വലിക്കുമ്പോൾ ഫസ്റ്റ് കേജിൽ വരുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അടുത്ത കേജിൽ പോകുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ 2 കീപ്പർ കഴിഞ്ഞ മാസം നിന്ന് കീപ്പർമാര് പഠിച്ചിട്ടുണ്ട്. പഠിച്ചു അല്ലേ? ഇല്ല, സ്റ്റാർട്ടിങ്ങിലാണ്. ഇവർ ഇന്ന് സ്റ്റാർട്ടിങ് ആണ്. ആ 2 പേരെ ഞാൻ കൃത്യമായിട്ടും പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. ഇനി ഒരു മേൽനോട്ടം മതി, അവർ ബാക്കി ചെയ്തോളൂ. നമ്മളൊരു നോട്ടം. അതുകൊണ്ട് ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ് ഇവര് 1-ാം തീയതി ഈ 2 പേരും. ഒരു ദക്ഷിണ വെച്ചോളൂ. അപ്പോ മുറിക്കേണ്ട ജാതിയാ. ഇവരെയും ഈ മാസം കഴിയുമ്പോൾ ഇവിടുത്തെ ഐസൊലേഷന്റെ ഒരു കീപ്പറാക്കി ഇവിടുത്തെ ഉള്ളൂ. ഇനി പറയാനുള്ളത് ഞങ്ങളിപ്പോ 2 മാസം ട്രെയിനിങ് ഇരുന്നുണ്ടായിരുന്നു നമുക്ക് തൃശ്ശൂരും തിരുവനന്തപുരം. അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോഴാണ് വൈകി വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വന്നു. അവിടെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇവന്റെ വീട് പട്ടിക്കാട്. തൃശ്ശൂർ ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരം. അടിപൊളി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വൈകിയെ നന്നായി നോക്കിക്കോളൂ. ഞങ്ങളുടെ സ്വത്താണ്. അപ്പൊ നടക്കാം. പാലുണ്ടാക്കും. ഇത് രാവിലെ കുളിപ്പിക്കും. ഓഫിറ്റ് അടിച്ച് കുളിപ്പിച്ചതിന് ശേഷം തടിക്കഷ്ണം മാറ്റണം. കകിസി This is fun. എനിക്ക് മതിയൊന്നും മിഠായിയാണ്. ഏതാണ്ട് മണിയാണോ?
പറഞ്ഞോ മുത്ത് പാവല്ലേ ദുർഗ പക്ഷെ കാലുണ്ട് അതിന്റെ പോയിട്ട് ഏതാ ആ മരാണോ ഒരു പേടിയില്ല. അതിക്കൂടെ പോയി ഫോട്ടോ എടുത്തു ഫേസ്ബുക്ക് ഹേ കുഞ്ചു, തൊപ്പത്തെ വീട് ഹേ കുഞ്ചു, കുഞ്ച്. ആ കൊന്നിട്ടേ വരിക വേണം വേണ്ട ഇത് നോക്കുന്നുണ്ട് പിന്നെ എത്ര ആൾക്കാർ നിൽക്കുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. അറിയിക്കോട്ടെ ഉറങ്ങണ സമയല്ലേ മോള് അറിയിക്കോളൂ നിനക്ക് വയനാട്ടുകാരില്ലൂടെ വിവരമൊന്നും പറഞ്ഞു ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും ഇന്ന്. വൈകിയുടെ പാട്ട് കേട്ട് ഇറങ്ങാം. പാട്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ അപ്പനും മോനൂട്ടാ. ഞാൻ വേറെ വല്ലതും പറയണ ആണല്ലേ? ഓ ഒരു 15 മീറ്റർ വളർത്ത്. അപ്പൊ നമുക്ക് ക്യാൻസർ പേഷ്യൻസിനും കൊടുക്കാം. ആണല്ലേ? നല്ല നല്ല മോനാ പപ്പ. നല്ല ആ ആ ആ രാത്രി എനിക്ക് കിട്ടണ്ടല്ലേ? അതാ കുഴപ്പം. രാത്രി കിട്ടില്ലല്ലോ, ആള് വർക്കിലല്ലേ. പോയിക്കോട്ടെ പപ്പ ഞങ്ങള്. ആ ഹാപ്പി ബർത്ത്ഡേ പാപ്പ.